പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് കാലത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് നോമ്പിൻ്റെ 35-ാം ദിവസവുമാണ്. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളും 9-ാം അധ്യായം 1-ാം വാക്യവുമാണ്. ഈശോയുടെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാനങ്ങൾ, രക്ഷാകര രഹസ്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഏറെ ആഴത്തിൽ ധ്യാനിക്കുന്ന വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോൾ തനിക്ക് വരാനിരുന്ന ഈ കഷ്ടപ്പാടുകളെക്കുറിച്ച്, പീഡാസഹന, കുരിശുമരണ, ഉത്ഥാനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷം. നമ്മളും ഈ വലിയ ആഴ്ചയോട് അടുക്കുമ്പോൾ നമ്മളോടും ശിഷ്യരോടെന്ന പോലെ ഈശോ മുൻകൂട്ടി പറയുകയാണ്. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു എന്നതിനപ്പുറത്ത് കുറേയേറെ കാര്യങ്ങൾ ഈശോ അവരെ പഠിപ്പിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. നമുക്കും അത് ജീവിതത്തിൽ ധ്യാനിക്കാനും ഈശോയുടെ മനസ്സിനോട് കൂടുതൽ അടുക്കാനുമുള്ള സമയമാണ്. ഏതാനും ചില പ്രധാനപ്പെട്ട ധ്യാന വിചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് പങ്കുവയ്ക്കട്ടെ. ഒന്നാമത് തന്നെ നമ്മൾ കാണുന്നു, ഈശോ തൻ്റെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാനങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയാൻ തുടങ്ങി എന്നല്ല, അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് സുവിശേഷം പറയുന്നു. ഇത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിത് പഠിക്കേണ്ട വിഷയവുമാണ്. വെറുതെ പറഞ്ഞു കേട്ട് മാറ്റിവെക്കേണ്ട, ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. യശശരീരനായ പുണ്യശ്ലോകനായ ക്രിസോസ്റ്റോം തിരുമേനിയെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ള മനോഹരമായ ഒരു സന്ദർഭം ഇങ്ങനെയാണ്. ഒരു സ്വർണ്ണ നാവുകാരനായിരുന്നു അദ്ദേഹം. നർമ്മത്തിലൂടെ മർമ്മം പറയാൻ അസാമാന്യമായ കഴിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. ഒരിക്കൽ മാരാമൺ കൺവെൻഷൻ വേദിയിൽ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചു പറയുമ്പോൾ പറഞ്ഞു, നിങ്ങളാരും ബൈബിൾ വായിക്കരുത്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഞെട്ടി. ഇത്രയും വലിയ ഒരു ബൈബിൾ കൺവെൻഷൻ്റെ ദിവസം വന്ന് അതിൻ്റെ ഉദ്ഘാടകൻ പറയുന്നു, നിങ്ങളാരും ബൈബിൾ വായിക്കരുത്. എല്ലാവരും അന്തം വിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പത്രം പോലെ വായിക്കാനും മടക്കി വെക്കാനുമുള്ളതല്ല ബൈബിൾ, മറിച്ചത് പഠിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ളതാണ്. വെറുതെ വായനയുടെ സുഖം കഴിഞ്ഞ് മാറ്റിവെക്കാനുള്ളതല്ല. ഈശോ പറയുന്ന കാര്യവും അതുതന്നെയാണ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണ്. നമുക്കും ഈ വലിയ ദൈവിക പദ്ധതിയുടെ ആ ദൈവികമായ ഭാഗം എന്താണെന്നുള്ളത്, പങ്കെന്താണെന്നുള്ളത് ആഴത്തിൽ പഠിക്കേണ്ട ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുവെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ ഗൗരവമായ, കൂടുതൽ പ്രാധാന്യത്തിൽ ദൈവവചനത്തെ കാണേണ്ട, ദൈവിക രഹസ്യങ്ങളെ കാണേണ്ട ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി ഈ ബൈബിളിൽ പറയുന്ന ഒരു വാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ഇക്കാര്യം അവരോട് തുറന്നു പറഞ്ഞു. ഈശോ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് രോഗശാന്തി നൽകി, ആളുകൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്ത് പഠിപ്പിക്കലുകൾ നൽകി, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് രോഗശാന്തി നൽകിയൊക്കെ ആളുകളുടെ മുമ്പിൽ വലിയ ആളായി നിൽക്കുമ്പോഴും താൻ ഇനി എന്തിലേക്കാണ് കടക്കുന്നതെന്ന് ഈശോ അവരോട് ഉള്ളതുപോലെ തുറന്ന് പറയുന്നു. അത് ആത്മീയമായ അർത്ഥത്തിലും പ്രായോഗികമായ ജീവിതത്തിലും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കൂടെയുള്ളവരെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് അറിയിക്കേണ്ട അവസരത്തിൽ നമ്മളും അത് തുറന്നു പറയുക തന്നെ വേണം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനും മറ്റുള്ളവരാരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതിനും പ്രകാരമുള്ള തുറന്നു പറച്ചിലുകൾ ആവശ്യമാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ ചുറ്റുപാടുകളിലുമൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് മാതാപിതാക്കൾ മക്കളോട് തുറന്നു പറയണം. അവർ കാര്യങ്ങളറിയാതെ, സത്യാവസ്ഥ അറിയാതെ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരാവരുത്. മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് അവർ മക്കളോട് തുറന്നു പറയണം. വിവാഹാലോചനകൾ വരുമ്പോൾ രണ്ട് വീട്ടുകാരും ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയണം. ഇടപാടുകൾ നടത്തുമ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ ഒന്നും മറച്ചു വയ്ക്കാതെ ഉള്ളത് തുറന്ന് പറയണം. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നു. ഈശോ ഇവിടെ വലിയൊരു മാതൃകയാകുന്നു. തനിക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഈശോ ശിഷ്യരോട് തുറന്ന് പറഞ്ഞു.
തുറന്നു പറയുന്നതിൽ ഈശോയ്ക്ക് ഒരു നാണക്കേടുണ്ടായിരുന്നില്ല. തൻ്റെ കൂടെയുള്ളവർ അതിനെ എങ്ങനെ എടുക്കുമെന്ന് ഈശോ കരുതിയുമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവർ നിന്നാൽ മതി എന്നുള്ളത് തന്നെയായിരുന്നു ഈശോയുടെ മനോഭാവം. സത്യസന്ധമായി നമ്മൾ ആരാണെന്ന് ആയിരിക്കുന്നത് പോലെ മറ്റുള്ളവരോട് തുറന്നു പറയാനും തുറന്നു കാണിക്കാനും സാധിക്കുന്നത് ഒരു ദൈവികമായ വളർച്ചയുടെ സൂചനയാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറഞ്ഞ് നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നതും ഈശോ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ച് തിരുത്തുന്നതുമൊക്കെയായ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. മൂന്നാമത്തെ ചിന്ത ഇതാണ്: ഈശോയെ മാറ്റി നിർത്തി പത്രോസ് തടസ്സം പറയാൻ തുടങ്ങി ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ. അതുവരെ കണ്ട ഈശോയുടെ പ്രാഭവത്വത്തിന് ചേരാത്ത ഒരു കാര്യം ഈശോ പറഞ്ഞതുപോലെയാണ് പത്രോസിന് തോന്നിയത്. സൂചിപ്പിച്ചതുപോലെ രോഗശാന്തി നൽകുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, അസാമാന്യമായ കഴിവുകൾ കാണിക്കുന്ന, പുതിയ പ്രബോധനം നൽകുന്ന ആൾ തൻ്റെ ആ ഒരു വലുപ്പത്തിന് ചേരാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്ന് പത്രോസിൻ്റെ മനസ്സിൽ സംശയം തോന്നിയപ്പോൾ ഈശോയെ മാറ്റി നിർത്തി ചോദിച്ചു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? 2 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഈശോ പത്രോസിനെ വളരെയധികം പ്രശംസിച്ചതാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പറയാവുന്ന എല്ലാ സൗഭാഗ്യ കാര്യങ്ങളും ഈശോ പത്രോസിനെ കുറിച്ച് പറഞ്ഞു. നീ പാറയാണ്, സ്വർഗമാണ് നിനക്ക് ഞാൻ ക്രിസ്തുവാണെന്ന് പറയാൻ വെളിപ്പെടുത്തി തന്നത്, നീ ഭാഗ്യവാനാണ്. ഇങ്ങനെ വലിയ കാര്യങ്ങൾ പറഞ്ഞ ആ പത്രോസിനെ 2 മിനിറ്റ് തികയുന്നതിന് മുമ്പ് ഈശോ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ തടസ്സം പറഞ്ഞ, മാറ്റി നിർത്തി ഈശോയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പത്രോസിനെ ഈശോ വിളിക്കുന്നത് സാത്താനെ എന്നാണ്. നമ്മൾ മനസ്സിലാക്കുന്നു, പത്രോസിനെയല്ല, പത്രോസിലൂടെ സംസാരിച്ച പിശാചിനെയാണ് ഈശോ തിരിച്ചറിഞ്ഞ് സാത്താനെ എന്ന് വിളിച്ചത്. പത്രോസ് അത് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും ഒരു ദുർമാതൃക നൽകുന്നു എന്ന് ഈശോ തിരിച്ചറിഞ്ഞു. കാരണം ഈശോയുടെ ശിഷ്യന്മാരുടെ തലവനാണ് പത്രോസ്. എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പത്രോസ് അത് പറയുമ്പോൾ അത് കാണുന്ന താഴെയുള്ളവർക്ക്, ബാക്കിയുള്ളവർക്കും ആ രീതിയിൽ ചിന്തിക്കാനും ദുർമാതൃകയാകാനും ഇടയാകുന്നു എന്ന് കണ്ട് പത്രോസിലൂടെ സംസാരിച്ച പിശാചിനെ ഈശോ തിരിച്ചറിഞ്ഞ് സാത്താനെ എന്ന് പറഞ്ഞ് വിളിച്ച് അവനെ ശകാരിക്കുന്നു. മുതിർന്നവരുടെയും നേതാക്കളുടെയും ഒക്കെ തെറ്റുകൾ കൂടുതൽ ഗൗരവതരമാകുന്നത് ഇവിടെയാണ്. നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലായാലും സഭയുടെ അന്തരീക്ഷത്തിലായാലും പൊതുസമൂഹത്തിലായാലും നേതാക്കന്മാരും മാതാപിതാക്കളുമൊക്കെ ആത്മീയമായ തെറ്റുകളിലേക്ക് വീഴുമ്പോൾ, ദുർമാതൃകകളാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് എത്രമാത്രം മോശമായ മാതൃക നൽകുമെന്നുള്ളത് കൊണ്ട് അതിനെ എത്രമാത്രം ഗൗരവത്തോടെ ഈശോ കാണുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മുതിർന്നവരിൽ നിന്ന്, നേതാക്കളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കും. തിരുവചനത്തിൽ പറയുന്നല്ലോ, കൂടുതൽ ഏൽപ്പിക്കപ്പെട്ടവനോട് കൂടുതൽ ചോദിക്കും. ഇന്ന് മതാധികാരികൾ, സമർപ്പിതർ, മാതാപിതാക്കൾ, നേതാക്കന്മാരൊക്കെ ഈശോയുടെ ഈ വിളി തങ്ങളുടെ നേർക്ക് വരാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കണമെന്നും ഈശോയുടെ പദ്ധതിക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന, ചിന്തിക്കുന്ന, സഭാവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതൊക്കെ മാറ്റിയില്ലെങ്കിൽ ഈശോ ഇത്തരം വിളികൾ നമ്മളെയും വിളിക്കുമെന്ന് ഈ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത്തെ ഒരു പ്രധാന കാര്യം, പത്രോസിലൂടെ മധുരതരമായി ഈശോയ്ക്ക് അനുകൂലമെന്ന് തോന്നുന്ന രീതിയിൽ സംസാരിച്ചത് പത്രോസിൻ്റെ സ്നേഹമല്ല, മറിച്ച് പിശാചിൻ്റെ കെണിയാണെന്ന് ഈശോയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചു. സ്നേഹ അനുകമ്പ വാക്കുകളിലെ ചതിക്കുഴികൾ തിരിച്ചറിയാൻ നമുക്കും അനുഗ്രഹം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. ചിലർ നമ്മുടെ അടുത്ത് വരുന്നത് എപ്പോഴും യഥാർത്ഥമായ സ്നേഹത്തിൻ്റെയോ സഹാനുഭൂതിയോടെയോ പേരിലായിരിക്കില്ല. ഒരുപക്ഷെ നമ്മളോട് സ്നേഹം നടിച്ച് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ചിന്തകളിലേക്ക്, നമ്മുടെ ദുരിതങ്ങളൊക്കെ ദൈവം കാണാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാനെന്ന ഭാവേന നമ്മളിലൂടെ, നമ്മുടെ സഹോദരങ്ങളിലൂടെ, ചുറ്റുമുള്ളവരിലൂടെ പിശാച് തെറ്റായ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തരാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മളതിനെ തിരിച്ചറിയണം. പഞ്ചാര വാക്കുകളിലൂടെ, മധുരമായ കാര്യങ്ങളിലൂടെ, നമുക്ക് അനുകൂലമെന്ന് തോന്നുന്ന കാര്യങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നതിലെ തിന്മ ഒരുക്കുന്ന കെണി മനസ്സിലാക്കാനുള്ള ആർജവത്വവും ദൈവികമായ കഴിവും നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ പറയുന്നു, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഈശോ പത്രോസിനോട് പറഞ്ഞതാണ്.
സഹനമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുന്നത് വളരെ മാനുഷികമായ പരിഗണനയുടെ പേരിലുള്ള പറച്ചിലാണെന്ന് തോന്നുന്നെങ്കിലും ഈശോ പത്രോസിനോട് പറയുന്നു, നിന്റെ ഈ ചിന്ത, എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സഹനം ദൈവചിന്തയുടെ ഭാഗമാണ്, ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി കണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചത് രക്ഷാകരമാക്കി മാറ്റാനുള്ള അനുഗ്രഹത്തിനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശോ കുരിശ് വന്നപ്പോൾ അതിനെ മാറ്റി വിടുകയല്ലല്ലോ, അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു തരുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, പലതരത്തിൽ സഹനങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ മാനുഷികമായ രീതിയിൽ മാത്രം ചിന്തിച്ചൊഴിവാക്കാതെ വിശുദ്ധ അൽഫോൻസാമയൊക്കെ പോലെ അത് ദൈവികമായ ഒരു സ്നേഹപ്രകടനമായിട്ട് തനിക്ക് കിട്ടിയ അസുഖത്തെ കണ്ട് അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ ആ വലിയ അമ്മയെപ്പോലെ നമ്മളും ദൈവിക പദ്ധതി മനസ്സിലാക്കുന്നവരും വിശുദ്ധിയുടെ വഴിയിൽ ചരിക്കുന്നവരുമാകും. അങ്ങനെ ഈശോയുടെ കുരിശിൻ്റെ രഹസ്യം കൂടുതൽ മനസ്സിലാക്കി അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ വലിയ ആഴ്ചയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.